ഒരു പുരുഷൻ കൂടുതൽ സുന്ദരനായി, ആകർഷകനായി കാണാനുള്ള ചില ലൈഫ് ഹാക്കുകൾ എന്തൊക്കെയാണ്? ചെറിയ മെച്ചപ്പെടുത്തലുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ വലിയ മാറ്റമുണ്ടാക്കാം. നിങ്ങളുടെ പുരികങ്ങൾ അലങ്കരിക്കുക. ഇല്ല, അത് ഗേ അല്ല. വഴിതെറ്റിയ രോമങ്ങളും നിങ്ങളുടെ പുരികങ്ങൾക്കിടയിലുള്ളവയും പറിച്ചെടുക്കുക. രാത്രിയിൽ ആവണക്കെണ്ണയും ഒലിവ് ഓയിലും പുരട്ടുക. അവ കട്ടിയുള്ളതാക്കുകയും വളർച്ചയെ സഹായിക്കുകയും അവയ്ക്ക് തിളക്കമുള്ളതും വൃത്തിയുള്ളതുമായ രൂപം നൽകുകയും ചെയ്യുന്നു. ശരിയായ ഹെയർ കണ്ടെത്തുക. നിങ്ങളുടെ മുഖത്തിന് അനുയോജ്യമായ ഒരു ഹെയർ എടുക്കുക. നിങ്ങളുടെ മുടിയുടെ സംരക്ഷണവും ശ്രദ്ധിക്കുക. വളരെയധികം ഷാംപൂ ഒഴിവാക്കുക. കണ്ടീഷണറും അതുപോലെ തന്നെ അർഗൻ ഓയിൽ, ഒലിവ് ഓയിൽ, ടീ ട്രീ ഓയിൽ, വെളിച്ചെണ്ണ തുടങ്ങിയ എണ്ണകളും ഉപയോഗിക്കുക. ഇത് തിളക്കവും മൃദുവും ആരോഗ്യകരവും നിലനിർത്താൻ. നിങ്ങളുടെ നഖങ്ങൾ പതിവായി ട്രിം ചെയ്യുക. നിങ്ങൾ കൈ കഴുകുമ്പോൾ, നിങ്ങളുടെ കൈപ്പത്തിയിൽ മാന്തികുഴിയുണ്ടാക്കുമ്പോൾ, അത് നിങ്ങളുടെ നഖത്തിനടിയിലെ അഴുക്കും നീക്കം ചെയ്യുന്നു. നിങ്ങളുടെ പാദങ്ങൾ ശ്രദ്ധിക്കുക. ഇത് കൂടുതൽ സ്ത്രീലിംഗമായി കണക്കാക്കാം. എന്നാൽ വളരെയധികം പുരുഷന്മാർക്ക് 92 വയസ്സുള്ള ഒരു ഗ്രെംലിൻ കാലുകളും നഖങ്ങളും ഉണ്ട്. ഉറങ്ങുന്നതിനു മുമ്പ് നിങ്ങളുടെ പാദങ്ങൾ മോയ്സ്ചറൈസ് ചെയ്യുക. കുളിക്കുമ്പോൾ കഴുകുക. നിങ്ങളുടെ കണ്ണുകൾക്ക് താഴെ ബാഗുകളുണ്ടോ? രാത്രിയിൽ 2 സ്പൂൺ ഫ്രീസറിൽ വെക്കുക. നിങ്ങൾ ഉണരുമ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ തടവുക. 2 സ്പൂൺ കണ്ണുകൾക്ക് താഴെ പുരട്ടുക. നിങ്ങളുടെ ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുന്നത് തിളക്കമുള്ളതും മിനുസമാർന്നതും ആരോഗ്യമുള്ളതുമായി നിലനിർത്തുകയും വാർദ്ധക്യത്തിന്റെ പ്രത്യാഘാതങ്ങളെ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് കഴിയുന്നത്ര ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്യുക. നിങ്ങളുടെ ചർമ്മത്തെ പരിപാലിക്കുക. മുഖക്കുരു ഒരു വലിയ പ്രശ്നമാണ്. ചിലപ്പോൾ നിങ്ങളുടെ ചർമ്മത്തെ എത്രമാത്രം പരിചരിച്ചാലും പൊട്ടൽ നിലനിൽക്കും. എന്നാൽ നല്ലൊരു ചർമ്മസംരക്ഷണ ദിനചര്യ മിക്ക ആളുകൾക്കും വളരെ പ്രയോജനകരമാണ്. ദിവസത്തിൽ 2 തവണ മൃദുവായ ക്ലെൻസർ ഉപയോഗിക്കുക. മോയ്സ്ചറൈസ് ചെയ്യുക. സൺസ്ക്രീൻ ധരിക്കുക. ടോണർ ഉപയോഗിക്കുക. ആഴ്ചയിൽ 2 തവണ എക്സ്ഫോളിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ ചുണ്ടുകൾ പുറന്തള്ളുക. അവയെ വിണ്ടുകീറാനും വരണ്ടതാക്കാനും ഇരുണ്ടതാക്കാനും അനുവദിക്കരുത്. മൃദുവായ രോമങ്ങളുള്ള ടൂത്ത് ബ്രഷ് എടുത്ത് നിങ്ങളുടെ ചുണ്ടുകൾ മൃദുവായി സ്ക്രബ് ചെയ്യുക. തേൻ, ഒലിവ് ഓയിൽ പ്ലസ് പഞ്ചസാര എന്നിവയും ഉപയോഗിച്ച് ചുണ്ടിൽ സ്ക്രബ് ചെയ്യാം. ഇത് അവരെ മിനുസമാർന്നതും തിളക്കമുള്ളതും പിങ്ക് നിറവുമാക്കും. എല്ലാ രാത്രിയിലും അല്പം വാസ്ലിൻ, ചാപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ശുദ്ധമായ തേൻ പുരട്ടുക. നിങ്ങൾക്ക് മുഖത്തെ രോമങ്ങൾ വളർത്താൻ കഴിയുമെങ്കിൽ, അത് നിങ്ങൾക്ക് നന്നായി തോന്നുന്നുവെങ്കിൽ, അതിനെ കുലുക്കാൻ ഭയപ്പെടരുത്. എന്നാൽ അതും ഭംഗിയാക്കാൻ മറക്കരുത്. ചീയഞ്ഞ താടി വളരെ ആകർഷകമല്ല. നിങ്ങൾക്ക് മുഖത്തെ രോമം വളരാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ലെങ്കിൽ, വൃത്തിയുള്ള ഷേവ് ചെയ്ത മുഖം സൂക്ഷിക്കുക. നിങ്ങളുടെ മൂക്കിനും ചുണ്ടിനും താഴെ അഴുക്കുണ്ടെന്ന് തോന്നുന്നതിനേക്കാൾ നല്ലത്. നിങ്ങളുടെ ചെവി വൃത്തിയാക്കുക. അമിതമായ രോമങ്ങൾ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സ് എന്നിവ ഒഴിവാക്കുക. നിങ്ങളുടെ മൂക്കിലെ മുടിയും ട്രിം ചെയ്യുക. നേരെ നിൽക്കുക. നല്ല നില നിലനിർത്തുക. ഇത് നിങ്ങൾക്ക് ഒരു പ്രഭാവലയം നൽകും. നിങ്ങളെ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാക്കുകയും നിങ്ങളുടെ ഉയരത്തിൽ ഒരിഞ്ച് ചേർക്കുകയും ചെയ്യും. നിങ്ങൾ നടക്കുമ്പോൾ തല ഉയർത്തി, തോളുകൾ പിന്നിലേക്ക്. നിങ്ങളുടെ കാമ്പ് ശക്തമാക്കുക. ഒരു മരിയനെറ്റ് പോലെ നിങ്ങളുടെ തല ഉയർത്തിപ്പിടിക്കുന്ന ഒരു ചരട് ഉണ്ടെന്ന് നടിക്കുക. നന്നായി വസ്ത്രം ധരിക്കുക. അനുയോജ്യമായ വസ്ത്രങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നു. ഇത് മികച്ചതും ലളിതവുമാക്കുക. എന്നാൽ സ്വയം പ്രകടിപ്പിക്കാൻ ഭയപ്പെടരുത്. നല്ല വാച്ചും ചില ആക്സസറികളും സഹായിക്കുന്നു. എല്ലാ രാത്രിയിലും ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ മുഖത്ത് വ്യായാമങ്ങൾ ചെയ്യുക. നിങ്ങളുടെ താടിയെല്ലിന്റെ ആകൃതി ജനിതകമാണ്. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നു. എന്നാൽ ചില ആൺകുട്ടികൾക്ക് ഏതാണ്ട് താടിയെല്ല് ഇല്ല. നിങ്ങളുടെ മുഖത്ത് ധാരാളം പേശികൾ ഉണ്ടെങ്കിലും, പ്രത്യേകിച്ച് നിങ്ങളുടെ താടിയെല്ലുകൾക്ക് സമീപം, ഏത് പേശികളെയും പോലെ അവയെ പ്രവർത്തിപ്പിക്കുന്നത് അവയെ കൂടുതൽ നിർവചിച്ചതും മൂർച്ചയുള്ളതുമാക്കും. വർക്കൗട്ട് ചെയ്ത് ആകാരവടിവ് നേടുക. ചില തോളിൽ വ്യായാമങ്ങൾ ഉൾപ്പെടുത്തുക. വിശാലമായ തോളുകൾ വളരെ ആകർഷകമായ ഒരു സ്വഭാവമാണ്. നിങ്ങളുടെ പല്ലുകൾ ശ്രദ്ധിക്കുക. ഓരോ ഭക്ഷണത്തിനും ഫ്ലോസിനും ശേഷം അവ ബ്രഷ് ചെയ്യുക. ഒരു തരത്തിലും പല്ല് വെളുപ്പിക്കാൻ ഞാൻ ഉപദേശിക്കുന്നില്ല, കാരണം ഇത് നിങ്ങളുടെ പല്ലുകളെ ദുർബലമാക്കും. എന്നാൽ നിങ്ങൾക്ക് ശരിക്കും മഞ്ഞനിറമുള്ള പല്ലുകളുണ്ടെങ്കിൽ ബ്ലീച്ചിങ് താങ്ങാനാവുന്നില്ലെങ്കിൽ, കുറച്ചു ദിവസത്തേക്ക് നിങ്ങളുടെ പല്ലിൽ കരി പുരട്ടുന്നത് വലിയ വ്യത്യാസം കാണിക്കും. ഒരു നാവ് സ്ക്രാപ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ നാവിലെ മുഴകൾ ഇടയ്ക്കിടെ ചുരണ്ടുക. ഇത് നിങ്ങളുടെ ശ്വാസത്തിന്റെ ഗന്ധത്തെ വളരെയധികം സഹായിക്കുന്നു. ഒപ്പം നിങ്ങളുടെ നാക്കിന്റെ നിറം നൽകുന്നു. കൂടാതെ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ ആസ്വദിക്കാനും കഴിയും. നല്ല മണം. ശരിയായ കൊളോൺ കണ്ടെത്തുക. അർഗനും വെളിച്ചെണ്ണയും നിങ്ങളുടെ മുടിക്ക് നല്ല മണം നൽകുന്നു. നിങ്ങളുടെ ചർമ്മത്തിൽ കുറച്ച് ലോഷൻ, ഹ്യൂഗോ ബോസ് അല്ലെങ്കിൽ കാൽവിൻ ക്ലീൻ കൊളോൺ മിക്ക ആൺകുട്ടികൾക്കും അനുയോജ്യമാണ്. ഗുച്ചി കുറ്റക്കാരനാണ്. സെർക്സസ്, അക്വാഡിജിയോ, അർമാനി, റാൽഫ് ലോറൻ തുടങ്ങിയവ. നിങ്ങൾക്ക് കാഴ്ച മോശമാണെങ്കിൽ കുറച്ച് നല്ല കണ്ണട വാങ്ങുക. നിങ്ങളുടെ മുഖവുമായി പൊരുത്തപ്പെടുന്ന തരത്തിൽ ശരിയായ ഫ്രെയിമുകൾ കണ്ടെത്തുക. വലിപ്പം കൂടിയതോ ശരിക്കും കനം കുറഞ്ഞതോ ആയ സ്ക്വയർ ഗ്ലാസുകൾ ശരിക്കും നല്ലതല്ല. നിങ്ങൾക്ക് അല്പം റെട്രോയും ലളിതവുമായ എന്തെങ്കിലും നേടൂ. സംഭാഷണത്തിന് തുടക്കമിടാൻ കഴിയുന്ന എന്തെങ്കിലും ധരിക്കുക.
ഒരു അടിപൊളി ഷർട്ട്, ഒരു അദ്വിതീയ വാച്ച്, ഒരുപക്ഷെ ഒരു ടാറ്റു എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ആളുകൾ പറയുന്നത് ശ്രദ്ധിക്കുക. അവരോട് തങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. വളരെ വ്യക്തിപരമായതല്ല, എന്നാൽ ആളുകൾ തങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്താണ് വിശേഷം, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്നതിനു പകരം നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്നതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ഡയഫ്രത്തിൽ നിന്ന് സംസാരിക്കുക. താഴ്ന്നതും കൂടുതൽ പുല്ലിംഗവുമായ ശബ്ദം വളരെ ആകർഷകമാണ്. അത് നിർബന്ധിക്കരുത്, എന്നാൽ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് സ്വയം പരിശീലിപ്പിക്കാം. നിങ്ങൾ ആലോചിച്ച് സംസാരിക്കുക. ഫില്ലർ വാക്കുകൾ ഉപയോഗിക്കരുത്. ഇത് നിങ്ങളെ കൂടുതൽ ബുദ്ധിമാനും ചിന്താശീലനും കൂടുതൽ വാചാലനുമായി തോന്നിപ്പിക്കുന്നു. ആത്മാർത്ഥമായി പുഞ്ചിരിക്കൂ. ഒരു വ്യാജ പുഞ്ചിരി തികച്ചും ആകർഷകമല്ല. നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് പുഞ്ചിരിക്കൂ. ആത്മവിശ്വാസത്തോടെ. ഇത് ക്ലീശയായി തോന്നുന്നു, പക്ഷേ ഇത് ശരിക്കും സഹായിക്കുന്നു. സ്വയം ബഹുമാനിക്കുക. ആത്മവിശ്വാസം നടിക്കുക. നിങ്ങൾക്ക് ഉയർന്ന ആത്മാഭിമാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, മറ്റുള്ളവർ നിങ്ങളെ ആത്മവിശ്വാസത്തോടെ കാണുന്നത് ഒരു നിശ്ചിത +1 ആണ്. ഒരു ബോണസ് എന്ന നിലയിൽ, ഒടുവിൽ നിങ്ങൾക്ക് ഇനി അഭിനയിക്കേണ്ടി വരില്ല. ആളുകൾ തന്ത്രശാലികളാണ്. ഒരു മിനിറ്റ് അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു, അടുത്ത നിമിഷം അവർ ഇഷ്ടപ്പെടില്ല. എല്ലാവർക്കും ഒരേ തരമോ തിരയലോ ഇല്ല. ഒരേയൊരു സ്ഥിരം നിങ്ങളാണ്. അതിനാൽ നിങ്ങൾക്കായി കൂടുതൽ ആകർഷകനായിരിക്കുക. മറ്റുള്ളവരുമായി സ്വയം താരതമ്യം ചെയ്യരുത്. ഒരു മാസികയിലോ ഒരു കായിക താരത്തിലോ അഭിനേതാവിലോ ഏതെങ്കിലും മോഡലിനെ നോക്കരുത്. നിങ്ങൾ അങ്ങനെ കാണാത്തതിനാൽ വൃത്തികെട്ടതായി തോന്നരുത്. എല്ലാത്തിലും ഒരു ഭംഗിയുണ്ട്. നക്ഷത്രങ്ങളും ചന്ദ്രനും മനോഹരമാണ്, പക്ഷെ അവ ഒരേ കാര്യമല്ല. നിങ്ങൾക്ക് അവരെ താരതമ്യം ചെയ്യാൻ കഴിയില്ല. അതിനാൽ മറ്റാരുമായും സ്വയം താരതമ്യം ചെയ്യരുത്, കാരണം നിങ്ങൾ നിങ്ങളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ജനിതകവും സ്വഭാവഗുണങ്ങളും ഉണ്ട്. അവ സ്വന്തമാക്കുക. അവയെ